സാങ്കേതിക സർവകലാശാല അക്കാദമിക് ഡീനിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലർ ഇടപെടലിൽ സർക്കാരിന് കടുത്ത അതൃപ്തി. വിശദീകരണം ചോദിക്കാനും നടപടിയെടുക്കാനും VC-ക്ക് അധികാരമില്ലെന്നാണ് സർക്കാർ നിലപാട്. സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമാകും ഡീൻ നോട്ടീസിന് മറുപടി നൽകുക. വിഭജന ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ സർക്കുലർ കോളേജുകൾക്ക് കൈമാറിയതിനാണ് ഗവർണർ നോട്ടീസ് നൽകിയത്. ഗോപാൽ ശിലാസനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനിൽ നേരത്തെ കേരള സർവകലാശാലയിലും VC-യുടെ അമിതാധികാര പ്രയോഗത്തെയാണ് ചോദ്യം ചെയ്തത് സിൻഡിക്കേറ്റ്. KTU-വിലും സമാനമായൊരു അമിതാധികാര പ്രയോഗമാണോ ആരോപിക്കുന്നത് VC-യുടെ മേൽ? അതെ ഡോക്ടർ അരുൺ, സർക്കാർ ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഒരു സർക്കുലർ, ആ സർക്കുലർ നൽകിയതിൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥരെതിരെ ഇത്തരത്തിൽ എന്തടിസ്ഥാനത്തിലാണ് VC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ചോദ്യം. കഴിഞ്ഞ ദിവസമാണ് ഈ വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുടെ ഒരു തുടക്കമുണ്ടാകുന്നത്. 14-ാം തീയതി ഈ വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന് KTU VC ഡോക്ടർ K ശിവപ്രസാദ് എല്ലാ കോളേജുകൾക്കും കത്ത് നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അത്തരത്തിലൊരു ദിനാചരണം നടത്തേണ്ടതില്ല എന്നും അത് സംസ്ഥാനത്തിൻ്റെ രീതിക്ക് ചേർന്നതല്ല എന്നും കാട്ടിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു തന്നെ സർക്കുലർ പുറത്തിറക്കുകയും അത് അതാത് സർവകലാശാലകൾക്ക് കൈമാറുകയും ചെയ്തു. ആ സർക്കുലർ കോളേജുകൾക്ക് സർക്കുലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ, അതായത് വിതരണം ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഡോക്ടർ വിനു തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. എന്നാൽ ആ അധികാരം ഒരു തരത്തിലും VC നിക്ഷിപ്തമല്ല എന്നതാണ് സർക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അക്കാദമിക് ഡീനായ ഡോക്ടർ വിനു തോമസിൻ്റെ നിയമനാധികാരി സർക്കാരും മേലധികാരി സിൻഡിക്കേറ്റുമാണ്. ഒരു തരത്തിലേക്കുള്ള ഉപാധികളോ അല്ലെങ്കിൽ ബാധ്യതകളോ VC-യുമായി അദ്ദേഹത്തിനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം VC കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം കാണിക്കൽ നോട്ടീസിന് തൽക്കാലം മറുപടി കൊടുക്കേണ്ട, സർക്കാരുമായി ആലോചിച്ച ശേഷവും നിയമപരമായ ഉപദേശം തേടി. ഗോപാൽ, താങ്ക് യു. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. VC എന്തിനാണ് ഡീനിന് നോട്ടീസ് കൊടുത്തതെന്നാണ് ചോദ്യം. വിദ്യാഭ്യാസ മന്ത്രി ഇറക്കിയ ഉത്തരവാണ്, അത് ഡീന് സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ടി വരുമല്ലോ.